ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കാണിക്കുന്നത്. 10 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതിനുവേണ്ട സാധനങ്ങൾ എപ്പോഴും എല്ലാവരും വീട്ടിലുണ്ടായിരിക്കുന്നതാണ്. നല്ലൊരു റവ ദോശയും നല്ലൊരു ഉള്ളി തക്കാളി ചട്നിയുമാണ് ഉണ്ടാക്കുന്നത്. അതിനായി ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് റവ എടുക്കാം. അതിലേക്ക് 1 കപ്പ് ചെറിയ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിയുള്ള തൈര് തന്നെയാണ് ഈ ദോശയ്ക്ക് നല്ലത്. ഇനി 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ആയാലും മതി. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. നല്ല ലൂസായിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് വെക്കാൻ. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് റവ നന്നായി കുതിർന്ന് ഇതൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇനി ഈ റവയെല്ലാം കുതിർന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റാം. ഈ സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്കത് വ്യത്യാസപ്പെടുത്തിയെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റണം. മുളകിൻ്റെ പച്ച മണമെല്ലാം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒരു 2 മിനിറ്റ് നേരം ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കടുക് വറുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കടുക് വറുത്തെടുക്കാം. പക്ഷെ ഞാനിതിലൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയും നല്ല ടേസ്റ്റാണിത്. ഇപ്പം നമ്മുടെ റവ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. അതിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി അധികം നേരം വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തന്നെ ദോശ ചുട്ടു തുടങ്ങാം. റവ നല്ല കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നതിനായി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തവ അടുപ്പത്ത് വെച്ച് ദോശ ചുട്ടു തുടങ്ങാം. സാധാരണ ദോശയെക്കാട്ടും കൂടുതൽ ഇതിന് സമയമെടുക്കും. ഇത് ഏകദേശം 2 മിനിറ്റോളം എടുക്കും ഒരു ദോശ ആയി വരാൻ. ദോശയുടെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ തൂവി
നല്ല മൊരിച്ചെടുക്കാം. നല്ല നെയ് റോസ്റ്റിൻ്റെ ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. നമുക്ക് ബാക്കിയിരിക്കുന്ന മാവെല്ലാം ചുട്ടെടുക്കാം. പുറം രാജ്യത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്നൊരു ദോശ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ദോശയാണിത്. ഒരു 10 മിനിറ്റ് കറക്റ്റ് മതി ദോശയ്ക്കും ചട്നിക്കും കൂടി. ഇതിൻ്റെ ടേസ്റ്റും വളരെ നല്ലതാണ്. ഇതിനായിട്ട് എപ്പോഴും നനുത്ത തരിയുള്ള റവയായിരിക്കും ഏറ്റവും നല്ലത്. വലിയ തരിയാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞു. ഏകദേശം ഒരു 15 ദോശ ഈ അളവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നവർക്ക് ഈ അളവിൻ്റെ എല്ലാം നേർപകുതിയായിട്ട് എടുത്താൽ മതി. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എപ്പോൾ തോന്നുമ്പോഴും ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.